this is a final thing. So this is what ഒരു മാനേജ്മെന്റ് ടൂളായിട്ട് ഒരു സെയിൽസ് ഇത്രയും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് റിട്ടേൺ, സോ വാട്ട് ഇസ് ഗോയിങ് ടു ബി ദ ഇമ്പാക്ട് ഓൺ ഗ്രോസ് സെയിൽസ്. ഇതെല്ലാം സിമ്പിൾ സോഫ്റ്റ്വെയർ ടൂൾസ് ആണ്, ബട്ട് ഫോർ വിച്ച് യുവർ ഇന്റേണൽ ഡേറ്റ ഹാസ് ടു ബി കറക്റ്റ്, വിച്ച് മീൻസ് ദാറ്റ് ഓഡിറ്റിംഗ് ടൈം we can simulate. For example, sir, what happens if the selling price increases by... You are having certain questions in this, my slide itself, about cost of sales and the presentation. Yeah. This will work as a dashboard. Yeah. If there is an impact, you will see what is the material cost. If it is an impact, what will be on the So the point is that you are not taking decisions based on some guesswork. It is based on actual modeling of your business system. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് TELC has been kind enough to award this work, and we will be doing jointly with SAP and IBM. That is the... So let us see whether we can replicate in other units. അതെ സർ. സർ ഇതിൽ ഒരു ചെറിയ ഒരു കാര്യം കൂടെ സർ, ഫൈനൽ, ബിക്കോസ് I had attended a program അൽക്കേഷ് സാറിന്റെ കൂടെ. സർ തീർന്നു സർ, തീർന്നു. ബിക്കോസ് ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു CSR ഹബ് കോൺസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ദിസ് ഇസ് ദി തിങ്. So thank you very much, sir. So I stop the presentation here. ബഹുമാനപ്പെട്ട വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ എളമരം കരീം അവർ ഇനി നമ്മോട് സംസാരിക്കുന്നു. സുഹൃത്തുക്കളെ, കുറേ അധികം പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം വല്ലാതെ വൈകി, നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് കുറച്ച് പറയാം. PSU ഈ ഗവൺമെൻറ് 2006 മുതൽ എടുത്തു വന്ന ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്രയും എക്സസൈസ് ചെയ്യുന്നത്. പ്രധാനമായും 4 ഘടകങ്ങളാണ് പൊതുമേഖലയുടെ സംരക്ഷണത്തിനും പുനരുദ്ധാരണത്തിനും സഹായകരമായത്. 1, ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ്. 2, പരസ്പരമുള്ള പൊതുമേഖലകളുടെ സഹകരണം. അത് ഗവൺമെൻറ്റിൻ്റെ നയമാണ് അതിലൊരു പ്രധാന പ്രശ്നം. നമ്മുടെ പൊതുമേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മറ്റു പൊതുമേഖലകൾ വാങ്ങുക എന്ന നയം, അത് കർശനമായ നിലയിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡ്, കെല്ല്, ട്രാക്കോ കേബിൾ, UEI എന്നീ സ്ഥാപനങ്ങളോട് എടുത്ത നിലപാടാണ് ആ കമ്പനികൾ ഈ സിക്നസ് നിന്ന് രക്ഷപ്പെടാനിടയായത്. അതേ അവസരത്തിൽ നമ്മുടെ കമ്പനികൾ വിൽക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ, അതുപോലെ സപ്ലൈ സ്റ്റഡിയായി മോണിറ്റർ ചെയ്തുകൊണ്ട് ഒരു കർശന നിലപാട് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ട്. പരസ്പര പൂരകങ്ങളാണിത്, അതുകൊണ്ട് അവർക്കും ഗുണമുണ്ടായിട്ടുണ്ട്. ഏതായാലും ഗവൺമെൻറ്റിൻ്റെ ആ നയം ഈ സ്ഥാപനങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരു പ്രധാന ഘടകമാണ്. ഇത് പൊളിക്കാൻ വേണമെങ്കിൽ പലതരത്തിലുള്ള ന്യായങ്ങളും പറയാം. ക്വാളിറ്റി കോമ്പറ്റീറ്റീവ് ആക്കാൻ ബിൽഡിങ്ങിലേക്ക് പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പ്രൈസ് കുറയാനും സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ച് വേണമെങ്കിൽ ഈ പബ്ലിക് സെക്ടറിൽ നിന്ന് വാങ്ങുന്നത് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ന്യായങ്ങളിലേക്ക് പോകാതെ ഗവൺമെൻറ് നയത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉറച്ചു നിന്നതാണ് ഈ മെച്ചപ്പെടലിന് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തേത് മാനേജ്മെൻറ്റിനെ പ്രൊഫഷണലൈസ് ചെയ്തതും മാനേജ്മെൻറ്റിന് മാക്സിമം ഫ്രീഡം കൊടുത്തതും ഡയറക്ടർ ബോർഡിന് ഫ്രീഡം കൊടുത്തതും ഉൾപ്പെടെയുള്ള നമ്മുടെ നയങ്ങൾ. നാലാമത്തേത് റിയാബ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ എക്സസൈസ്, മന്ത്ലി റിവ്യൂ മാത്രമല്ല ക്രോസ് മോണിറ്ററിങ്, ഇതെല്ലാം കൂടി ചേർന്നതാണ് പബ്ലിക് സെക്ടറിൽ ഉണ്ടായിട്ടുള്ള ഈ നേട്ടങ്ങൾ. 2009-10 പെർഫോമൻസ് ഇതിനു മുമ്പുള്ള 3 വർഷത്തേക്കാൾ മെച്ചപ്പെട്ടതായിരുന്നു എന്നിവിടെ കണ്ടു. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ടേൺ ഓവർ വർദ്ധിച്ചു, പ്രോഫിറ്റ് വർദ്ധിച്ചു, നഷ്ടമുണ്ടാക്കുന്ന കമ്പനികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നു. അവരെല്ലാം കൂടി ഉണ്ടാക്കിയ നഷ്ടവും വളരെ ചുരുങ്ങിയ തുകയാണ്, 6 കോടിയോ മറ്റോ വരുന്നുള്ളൂ. അതുകൊണ്ട് നല്ലൊരു ഇംപ്രസീവായിട്ടുള്ള പെർഫോമൻസാണ് 2009-10 സാമ്പത്തിക വർഷം ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഒരു അംഗീകാരവും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വ്യവസായ വകുപ്പിനും പൊതുവിൽ സമൂഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2009-10 സാമ്പത്തിക വർഷത്തെ പെർഫോമൻസ് വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വരിക. അതുകൊണ്ട് ഇവിടെ അംഗീകരിക്കപ്പെട്ട ബഡ്ജറ്റ് അതിനനുസരിച്ചുള്ള മന്ത്ലി പെർഫോമൻസ് ഉണ്ടാക്കുമെന്നതിന് എല്ലാ MDമാരും ഉദ്യോഗസ്ഥന്മാരും ഉറപ്പുണ്ടായിക്കൊള്ളണം.
അതനുസരിച്ച് കാര്യങ്ങൾ പോകണം. പിന്നെ ഈ കഴിഞ്ഞ 2009-10 സാമ്പത്തിക വർഷം തലേ വർഷത്തെ അപേക്ഷിച്ച് ടേൺ ഓവർ കുറഞ്ഞ കമ്പനികളുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. പ്രോഫിറ്റിലും തലേ വർഷത്തെ അപേക്ഷിച്ച് കുറവ് വന്ന സ്ഥാപനങ്ങളുണ്ട്. അത് ഓരോ കമ്പനിയും പ്രത്യേകം അനലൈസ് ചെയ്യേണ്ടതാണ്. ചില പ്രത്യേക കാരണങ്ങളൊക്കെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും പ്രത്യേകമായി പരിശോധിക്കേണ്ടതാണ്. ഈ വർഷത്തെ അംഗീകരിക്കപ്പെട്ട ടാർഗറ്റിൽ നിന്ന് ഒരു കാരണവശാലും പുറകോട്ട് പോകാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം പൊതുവിൽ ലേബർ റിലേഷൻ വളരെ നല്ല നിലയിലായിരുന്നു. പറയത്തക്ക നിലയിലുള്ള ലേബർ അൺട്രസ്റ്റ് ഒന്നും എവിടെ ഉണ്ടായിട്ടില്ല. KMML മാത്രമാണ് കഴിഞ്ഞ വർഷം ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നത്. അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ സാധിച്ചു. മറ്റുള്ളിടത്തൊന്നും അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ജീവനക്കാരുടെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ട്രെയിനിങ് പ്രോഗ്രാം എല്ലാ കമ്പനികളും നടത്തിയെന്ന് പറയാൻ പറ്റില്ല. അതൊരു ലാപ്സാണ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെന്ന തീരുമാനം 4 വർഷക്കാലം കാര്യമായ തോതിൽ നടന്നിട്ടില്ല. ഈ 4ാമത്തെ വർഷം കഴിഞ്ഞ വർഷം മുതലാണ് ഒരു എഫർട്ട് ആരംഭിച്ചതെന്ന് വേണേൽ പറയാം. ഗവൺമെന്റ് പലപ്പോഴായി തന്നിട്ടുള്ള പണം ഉപയോഗിച്ച് അല്പസ്വല്പം മോഡേണൈസേഷനോ ഇൻവെസ്റ്റ്മെന്റോ നടത്തിയതൊഴിച്ചാൽ സബ്സ്റ്റാൻഷ്യലായിട്ടുള്ളൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടന്നിട്ടില്ല. അതിപ്പോൾ ഈ 2009-10 വർഷത്തിൽ KMML ആരംഭിച്ചു, മലബാർ സിമൻസ് ആരംഭിക്കുന്നു. ഈ വർഷത്തോടുകൂടി ഈ കാര്യത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാവണം. 8 പുതിയ യൂണിറ്റുകൾ, പബ്ലിക് സെക്ടറിന്റെ 8 പുതിയ യൂണിറ്റുകൾ ആരംഭിക്കാനായിരുന്നു ബഡ്ജറ്റ് പ്രസംഗത്തിൽ ധനകാര്യമന്ത്രി സൂചിപ്പിച്ചിരുന്നത്. നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ഒരു ലിസ്റ്റാണ്. ടെക്സ്റ്റൈൽ കോർപ്പറേഷനാണ് അതിൽ 5 പ്രോജക്റ്റുകൾ ചെയ്യാൻ പോകുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഉദുമയിൽ ഒരു പുതിയ ടെക്സ്റ്റൈൽ യൂണിറ്റ്, കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിക്കടുത്ത് മറ്റൊന്ന്, ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്ത കോമളപുരം സ്പിന്നിംഗ് മിൽ ഒരു പുതിയ മില്ലാക്കി മാറ്റുന്നത്, ട്രിവാൻഡ്രം സ്പിന്നിംഗ് മില്ലിന്റെ അടുത്ത ഘട്ടം സെക്കൻഡ് ഫേസ് എക്സ്പാൻഷൻ, മലബാർ സ്പിന്നിംഗ് ആൻഡ് വീവിംഗ് മില്ലിന്റെ 4th ഫേസ് എക്സ്പാൻഷൻ. ഇത്രയും 3rd ഫേസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4th ഫേസ് 15 കോടി. ഇത്രയും ചെയ്യേണ്ടത് KSTC ആണ്. കോഴിക്കോട് ടൂൾ റൂം സിഡ്കോ, കുറ്റിപ്പുറത്ത് ടൂൾ റൂം കം ട്രെയിനിങ് സെന്റർ കെൽട്രോൺ, ഷൊർണൂരിൽ ഫൗണ്ടറി SIFL, തലശ്ശേരി കേബിൾ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ട്രാക്കോ കേബിൾസ്, കുഴൽമന്ദം പാലക്കാട് മീറ്റർ മാനുഫാക്ചറിംഗ് യൂണിറ്റ് യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ്. ഇവരാണ് ഇത്രയും ചെയ്യേണ്ടത്. ഇതിനാവശ്യമായ പണം കണ്ടെത്തുന്നത് ഒന്ന്, പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനികളുടെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് 100 കോടി രൂപ ഈ ആവശ്യത്തിന് വിനിയോഗിക്കാൻ ഇന്നലെ ചേർന്ന ക്യാബിനറ്റ് യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. നേരത്തെ ബഡ്ജറ്റ് അനൗൺസ് ചെയ്തിരുന്നു. പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനികളുടെ സർപ്ലസ് ഫണ്ടുള്ള കമ്പനികളുടെ ഒരു മീറ്റിംഗ് ഞങ്ങൾ വിളിച്ചുകൂട്ടിയിരുന്നു. അതിലൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. KMML, മലബാർ സിമൻസ് 2 കമ്പനികളിൽ നിന്ന് 100 കോടി രൂപ ഈ ആവശ്യത്തിന് വിനിയോഗിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ അത് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തു. SIFL അവരുടെ പുതിയ യൂണിറ്റിന് ആവശ്യമായ ഫണ്ട് അവർ തന്നെ മുടക്കേണ്ടതാണ്. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുക്കാവുന്നതാണ്. അവരുടെ സ്വന്തം നിലയിൽ ഗവൺമെന്റിന്റെ ഫണ്ട് കാത്തിരിക്കേണ്ടതില്ല. ലാഭകരമായി പ്രവർത്തിക്കുന്ന കമ്പനികളുടെ മോഡേണൈസേഷനും പുതിയ യൂണിറ്റുകൾക്കും KSIDCയും KFCയും ലോൺ കൊടുക്കുന്നതാണ്. അത് അവരുടെ ലോൺ കൊടുക്കുന്ന ആ വ്യവസ്ഥയിൽ അവർ അപേക്ഷ കൊടുത്താൽ അത് പരിശോധിച്ച് ആവശ്യമായ ഫണ്ട് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഒക്കെ നോക്കി കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ബാങ്കുകളെ സമീപിക്കാവുന്നതാണ്. ഗവൺമെന്റ് കൊടുക്കുന്ന ലോണിന് 7% പലിശ ഈടാക്കുന്നത്. നേരത്തെ 12% പലിശ അക്കൗണ്ട് ചെയ്തിരുന്നത്. 7% കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഈ 2 കമ്പനികളിൽ നിന്ന് എടുക്കുന്ന ഫണ്ടിന്റെ ലോണിന് 7% പലിശ. KMML
മലബാർ സിമൻസിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഫണ്ട് വായ്പ കൊടുക്കുകയാണെങ്കിൽ 7% പലിശയായിരിക്കും. അതും ഇന്നലത്തെ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മലബാർ സിമൻസും കേബിൾ എടുക്കുന്ന ഫണ്ട് ഇക്വിറ്റി ആണോ ലോൺ ആണോ നമുക്ക് അതാത് കമ്പനി തീരുമാനിക്കണം. ഇക്വിറ്റി പാർട്ട്ണർഷിപ്പിന് വേണേൽ പോവാം, അതല്ല ലോൺ കൊടുക്കാം. ഏതാണോ സൗകര്യമെന്ന് അതാത് കമ്പനികൾ ആലോചിക്കുക. ഓരോ കമ്പനിക്കും എത്ര ഫണ്ട് വീതം ഈ കമ്പനികൾ നൽകണമെന്ന കാര്യം നാളെ തീരുമാനമെടുക്കും. അതനുസരിച്ച് ഓരോ കമ്പനിയും അവരുടെ റിക്വസ്റ്റ് കൊടുക്കുക. ആ റിക്വസ്റ്റ് അനുസരിച്ച് ഫണ്ട് നൽകുന്ന കമ്പനികൾ അവരുടെ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുക, ബോർഡ് അപ്രൂവ് ചെയ്ത് അത് കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇതെല്ലാം മെയ് മാസത്തിൽ നടന്നിരിക്കണം. മെയ് മാസത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഈ പുതിയ യൂണിറ്റുകൾക്ക് ആവശ്യമുള്ള സ്ഥലം ഏറെക്കുറെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഉദുമയിൽ നേരത്തെ തന്നെ നമ്മുടെ കയ്യിൽ സ്ഥലമുണ്ട്. ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെയും സെറിഫഡിൻ്റെയും സ്ഥലം ഉണ്ടായിരുന്ന അവിടെയാണ്. തലശ്ശേരിയിൽ പഞ്ചായത്ത് ബോർഡ് സ്ഥലം കണ്ടെത്തുന്നുണ്ട്. കോഴിക്കോട് സ്ഥലം പഞ്ചായത്ത് ബോർഡ് കൈമാറിക്കഴിഞ്ഞു. ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിൻ്റെ ക്യാമ്പസിലാണ്, അവിടെ സ്ഥലമുണ്ട്. കോമളപുരം കമ്പനി തന്നെയാണ്. കുഴൽമന്ദത്ത് പഞ്ചായത്ത് ബോർഡ് സ്ഥലം കൊടുക്കുന്നുണ്ട്. എല്ലാ സ്ഥലവും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്ഥലം പഞ്ചായത്തുകൾ ലീസിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടേംസിനോ ഹാൻഡ് ഓവർ ചെയ്യും. ഈ പ്രോജക്റ്റുകൾക്കെല്ലാം ഇന്നലത്തെ ക്യാബിനറ്റ് അപ്രൂവൽ ആയതുകൊണ്ട് ഇനി സാങ്കേതികത്വമൊന്നും പറയേണ്ടതില്ല. ഓരോ പ്രോജക്റ്റിനും അതിൻ്റെ എമൗണ്ട് വെച്ച് അത്രയും തുക മുടക്കി പുതിയ യൂണിറ്റുകൾ ആരംഭിക്കാൻ ഇന്നലത്തെ ക്യാബിനറ്റ് തീരുമാനമായിട്ടുണ്ട്. ക്യാബിനറ്റ് തീരുമാനിക്കുന്നതിന് മുമ്പ് ധനകാര്യ വകുപ്പ് മന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും ധനകാര്യ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇവരെല്ലാം യോഗം ചേർന്ന് തീരുമാനമെടുത്ത മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലത്തെ ക്യാബിനറ്റ് മീറ്റിംഗ് തീരുമാനം. അതുകൊണ്ട് ആ തീരുമാനം അനുസരിച്ച് ഇനി ഇൻവെസ്റ്റ്മെന്റിന് പുതിയ പ്രപ്പോസൽ BPEക്കോ പ്ലാനിംഗ് ബോർഡിനോ അയച്ച് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിനോ അയച്ച് സാങ്ഷൻ കിട്ടാൻ കാത്തിരിക്കേണ്ടതില്ല. ഇനി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിന് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന നിലയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള നടപടികൾ ഇന്ന് ഓർഡർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് മുതൽ ചെയ്യാവുന്നതാണ്. ഒരു സാങ്കേതികത്വം ഇനി അതിന് പേരിലില്ല. അപ്പോൾ KMML, മലബാർ സിമൻസ് എന്നീ കമ്പനികൾക്ക് ലോൺ കൊടുക്കുന്നതിനും ആ ലോൺ മറ്റ് കമ്പനികൾ വാങ്ങുന്നതിനും ഈ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും ഇനി ഒരാളെയും കാത്തിരിക്കേണ്ട കാര്യമില്ല. സ്വന്തം ഡിപ്പാർട്ട്മെന്റിന്റെ സൂപ്പർവിഷനിൽ ഇതെല്ലാം നടക്കും. മെയ് മാസം 18 മുതൽ മന്ത്രിസഭയുടെ 4ാം വാർഷിക ആഘോഷ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഈ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇതിന്റെ എല്ലാം തറക്കല്ലിടൽ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കമ്പനിയും തറക്കല്ലിടൽ ചടങ്ങ് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇന്നു മുതൽ തന്നെ എല്ലാ ഫോർമാലിറ്റീസിലേക്കും പോവാം. മെഷീനറിക്ക് ഓർഡർ ചെയ്യാം, ലാൻഡ് ഡെവലപ്മെന്റ് ആരംഭിക്കാം, കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ കോൺട്രാക്ടറെ കണ്ടുപിടിക്കാം, ടെൻഡർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ പ്രോസസ്സിലേക്ക് പോകാം. എല്ലാ നടപടികളും ആരംഭിച്ചിരിക്കണം. ഒരാളെയും കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇനി ഏതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ഉടനെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് സെക്രട്ടറിയെ ഇൻഫോം ചെയ്ത് ഗവൺമെന്റിന്റെ സാങ്ഷൻ ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രവൃത്തി ആരംഭിക്കാം. സാധാരണ നടപടിക്രമങ്ങളുടെ നൂലാമാലകൾ ഈ പ്രവൃത്തികളെ ഒരു കാരണവശാലും താമസിപ്പിക്കാൻ പാടില്ല. ഈ പ്രോജക്റ്റുകളെല്ലാം ഡിസംബറിൽ കമ്മീഷൻ ചെയ്യണം. അതനുസരിച്ച് ആക്ടിവിറ്റി ചാർട്ട് ഉണ്ടാക്കും. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഈ പ്രോജക്റ്റ് എന്ന് തുടങ്ങുന്നു, എന്ന് വർക്ക് ചെയ്യുന്നു, എന്ന് മെഷീനറിക്ക് ഓർഡർ ചെയ്യുന്നു, എന്ന് മെഷീനറി വരുന്നു, ഇൻസ്റ്റാൾ ചെയ്യുന്നു, എറക്ട് ചെയ്യുന്നു, എപ്പോൾ ട്രയൽ റൺ എടുക്കുന്നു, എപ്പോൾ കമ്മീഷൻ ചെയ്യുന്നു, കൃത്യമായ ഒരു ആക്ടിവിറ്റി ചാർട്ട് ഡിസംബർ മാസം ഒരു 15-ന് ആരംഭിക്കത്തക്ക നിലയിൽ പിന്നോട്ട് തയ്യാറാക്കണം. ഡിസംബർ മാസം ആയതുകൊണ്ട് ഡിസംബർ 31 വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഡിസംബർ 15-ന് പിന്നോട്ട്. ചിലപ്പോൾ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ 2 or 3 കോൺട്രാക്ടേഴ്സിനെ ഏൽപ്പിച്ച് വർക്ക് ചെയ്യേണ്ടി വരും. ഇത്തരം ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും അനുവദിക്കപ്പെട്ട തുകയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ മാനേജിംഗ് ഡയറക്ടർമാർ മുൻകൈയെടുക്കണം. ഒരു കാരണവശാലും ഇതിൽ ലാപ്സ് ഉണ്ടാവാൻ പാടില്ല. ഈ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമുണ്ടെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് വ്യക്തത വരുത്തി അതേ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തു പോകാൻ നിങ്ങളെല്ലാം